ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഞണ്ട് ഈസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറുക്ക്, ചപ്പാത്തിക്ക്, അപ്പത്തിക്ക് ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഞണ്ട് കൊണ്ടുള്ളൊരു ഞണ്ട് ഈസ്റ്റാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനായിട്ട് ഇതാ നല്ല അടിപൊളി ഞണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് പിന്നെ ഒന്ന് കഴുകി എടുക്കണം. കഴുകിയെടുത്ത ശേഷം നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിങ്ങനെ കേട്ടോ ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഈ കാലുകളൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ആ ഇറുക്കുന്ന ആ ഭാഗവും പറിച്ചെടുക്കാം. വലിയ കാല്. പിന്നെ ഇതാ അതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇതിൻ്റെ തോട് ഇങ്ങനെ പൊളിച്ചെടുത്ത ശേഷം കാണുന്നതാണ് ഇതിൻ്റെ മാംസം. എല്ലാതും ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഒക്കെ ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ വെള്ളുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ആടിയതിനു ശേഷം ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, നാല് സ്പൂൺ മല്ലിപ്പൊടി, അങ്ങോട്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയും ഉള്ളിയോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മസാല ഒക്കെ നമ്മൾ ഞണ്ടുമ്മക്ക് പിടിക്കുന്ന ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം മതി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെന്താ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടാ. നമുക്കിത് പുട്ടും കൂട്ടി കഴിക്കാം. ഒരു കഷ്ണം പുട്ടും പിന്നെ നമ്മുടെ ഞണ്ടീസ്റ്റും. ആഹാ, അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.